ആയതിനാൽ എനിക്ക് നായയെക്കുറിച്ച് പറയാൻ താല്പര്യം. ഒരു കാലത്തെ മനുഷ്യൻ ദൈവസങ്കല്പങ്ങൾ ചിന്താധാരകളൊക്കെ ഉരുത്തിരിയും നിനക്ക് എത്രയോ മുമ്പ് കാട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന അവന് വേണ്ടി യജമാനന് വേണ്ടി വേട്ടയാടി കിട്ടുന്ന ഭക്ഷണം യജമാനന് നമസ്കരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിച്ച സാധുജീവി കാടിറങ്ങി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. അതിനെ തിരിച്ച് കാട്ടിലോട്ട് പോകാൻ അറിഞ്ഞും കൂടാ. നമ്മൾ ആ കാലവും കാലഘട്ടവും മറന്നു. നമ്മുടെ ദൈവസങ്കല്പങ്ങൾ അതിനെ അകറ്റി കാണും പലയിടത്തും. പക്ഷേ അതിനോട് കാട്ടിയ നന്ദികേട് ഏത് ജന്മത്തിൽ ഏത് ഈശ്വരന് മാറ്റാൻ പറ്റും? ആർക്കും കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആദ്യത്തെ കൂട്ടുകാരൻ പശുവോ എരുമയോ പോത്തോ കഴുതയോ കുതിരയോ അല്ല, നായയാണ്.